യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ പുതിയ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, പലർക്കും ഇന്ന് ബൈബിൾ വായിക്കുമ്പോൾ അത് വായിച്ചു പോകുന്നു, പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ വളരെ ഈസി ആയിട്ട് തന്നെ ബൈബിള് വായിച്ച് മനസ്സിലാക്കാനുള്ള വഴികളെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുതേ. ബൈബിൾ മനസ്സിലാക്കാനുള്ള പല വഴികളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്ത് പശ്ചാത്തലത്തിലാണ് നമ്മളായിരിക്കുന്നെങ്കിലും, ഏത് സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നെങ്കിൽ പോലും വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ വചനം ഒരിക്കലും ഒരു വിശ്വാസിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അത് ബുദ്ധിമുട്ടാകുന്നതോ അല്ല. പരിശുദ്ധാത്മാ നിവേശിതമായതുകൊണ്ട് തന്നെ അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ വചനത്തെ നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനായി ബൈബിൾ മനസ്സിലാക്കുന്നതിനുള്ള ഒന്നാമത്തെ വഴി ഏതെന്ന് നമുക്ക് നോക്കാം. ശരിയായ മനോഭാവം ഉണ്ടായിരിക്കുക. ഒന്നാമത്തെ വചനം മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണിത്. ശരിയായ മനോഭാവം ഉണ്ടായിരിക്കുക. ഇനി ശരിയായ മനോഭാവത്തെ എങ്ങനെയാണ് നമുക്ക് വചനവുമായിട്ട് അല്ലെങ്കിൽ ബൈബിളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുക എന്ന് കൂടി നോക്കാം. ആദ്യം തന്നെ ദൈവത്തിൻ്റെ വചനമാണ്, ഇത് ദൈവമാണ് എന്ന് അംഗീകരിക്കാൻ നമുക്ക് പറ്റണം. രണ്ടാമതായിട്ട് എളിമയോടുകൂടി നാം ഇത് ശ്രവിക്കുവാനും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാനും നമ്മുടെ കാതുകളെ നമ്മൾ ഒരുക്കിയിരിക്കണം. അതിന് മുഖ്യമായിട്ടുള്ള ഒന്നാണ് എളിമ. കാരണം വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു, അഹങ്കാരികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന്. 1 തെസ്സലോനിക്ക ലേഖനം 2:13, യാക്കോബിൻ്റെ ലേഖനം 4:6 തിരുവചനങ്ങൾ ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് പറയുകയാണ്, അമിതമായിട്ടുള്ള വിശ്വാസവും പാടില്ല. നമ്മുടെ ചിന്താപ്രാപ്തി അനുസരിച്ചുള്ള വിശ്വാസമാണ് ദൈവം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമതായിട്ട് ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. സുഭാഷിതങ്ങൾ 3-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, സ്വന്തം വിവേകത്തിൽ ആശ്രയം വെക്കരുത് എന്ന്. പകരം ബൈബിൾ മനസ്സിലാക്കാനുള്ള ജ്ഞാനം ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ദൈവത്തോട് ചോദിച്ച് അത് മനസ്സിലാക്കുകയും വേണം. യാക്കോബിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം പറയുന്നു, മൂന്നാമതായിട്ട് ക്രമമായിട്ട് പഠിക്കുക. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ അത് മനസ്സിലാകണമെങ്കിൽ വല്ലപ്പോഴും പഠിച്ചാൽ പോരാ, മടുപ്പോടുകൂടി പഠിച്ചാൽ പോരാ, ഉറക്കം തൂങ്ങിയും പഠിച്ചാൽ പോരാ. ഒരിക്കലും അത് മുടങ്ങാതെ തന്നെ ക്രമമായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് വിഷയമായിട്ട് തന്നെ പഠിക്കുക. തിരുവചനങ്ങൾ പഠിക്കാനുള്ള എളുപ്പമാർഗമാണ് ഒരു വിഷയമെടുത്തിട്ട് അത് വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കുന്നത്. ഒരു പ്രത്യേക വിഷയം ബൈബിളിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നും എടുത്തിട്ട് അതിനെ അപഗ്രഥിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇപ്രകാരം പറയുന്നത്. അത് കൂടുതൽ മനസ്സിലാക്കാനും നമുക്കതിൻ്റെ അർത്ഥം വ്യക്തമാക്കി തരുവാനും തിരുവചനം നമ്മെ സഹായിക്കുന്നത് ഇപ്രകാരമാകുന്നു. ആദ്യം തന്നെ ഗുരുവാകാതെ ദൈവത്തിൻ്റെ ശിഷ്യയായിട്ട് വേണം
വിശുദ്ധ ഗ്രന്ഥം വായിക്കുവാനും പഠിക്കുവാനും തുടങ്ങേണ്ടത്. പിന്നീടാണ് നമ്മളെ ദൈവം പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിക്കുന്നതും. ഹെബ്രായ ലേഖനം 6-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം 2-ാമത്തെ തിരുവചനം നമ്മെ ഇതുപോലെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ വാക്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കുവാനും ബൈബിളിലെ ഒരു ഭാഗം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭാഗം നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഏതു ഭാഗമാണെങ്കിലും ഇങ്ങനെ നമ്മൾ വളരെ സ്ഥിരതയോടും വ്യക്തതയോടും കൂടി പഠിക്കുമ്പോൾ അത് നമുക്ക് ദൈവം മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. 2 പത്രോസ് 3-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം നമ്മളോട് ഇത് വിളിച്ചോതുന്നുണ്ട്. 5-ാമതായിട്ട് മറ്റുള്ളവരോട് സഹായം ചോദിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്നവരോട് ചോദിക്കുവാൻ ദൈവം നമുക്ക് പ്രോത്സാഹനം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തന്നെ തരുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 8-ാമത്തെ അധ്യായം 30-31 തിരുവചനങ്ങൾ. സൗജന്യമായി തന്നെ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുവാനുള്ള അധികാരം ദൈവത്തിൻ്റെ മക്കൾക്കുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം 3-ാമത്തെ തിരുവചനം ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബൈബിൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വലിയ ബുദ്ധിയോ കഴിവോ ഒന്നും ആവശ്യമില്ല. ബൈബിൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ 2 കാര്യങ്ങൾ ആവശ്യമില്ല. അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ബൈബിൾ വായിക്കാനും പഠിക്കാനും അത് കണ്ടെത്താനും വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസമോ ഉയർന്ന മനോഭാവമോ ആവശ്യമാണെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അത് തിരുത്തുക. അതിന് ഉത്തമ ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട്. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരും വിദ്യാഭ്യാസമില്ലാത്തവർ തന്നെയായിരുന്നു. എന്നിട്ടും കർത്താവായ മിശിഹ അവരെ തിരുവചനത്തിലൂടെ തന്നെ ഉയർത്തുകയും മറ്റുള്ളവരെ വചനം പഠിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകുകയും ചെയ്തിരുന്നത് അവർക്ക് ഉന്നത വിദ്യാഭ്യാസമോ ഉയർന്ന കഴിവുകളോ ഉണ്ടായിരുന്നത് കൊണ്ടല്ല. അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ ഇത് വ്യക്തമായിട്ട് പറയുന്നു. 2-ാമതായിട്ട് മറ്റെല്ലാം തന്നെ നമുക്ക് പണം കൊടുത്ത് മേടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വചനം പഠിക്കാൻ നമുക്ക് സമ്പത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പണം കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒന്നുമല്ല തിരുവചനം എന്ന് പറയുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, എന്നാൽ സൗജന്യമായി തന്നെ നിങ്ങൾ കൊടുക്കുക എന്ന്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി എളിമയോടും താഴ്മയോടും കൂടി നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദിക്കാം. തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നും തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടുമെന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ നല്ല മനോഭാവത്തോടു കൂടി വിശുദ്ധ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർത്താവിനെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാനും സഹായിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.